ഹായ് സുഹൃത്തുക്കളെ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് വരും എന്ന് ഉറപ്പുള്ള ആളുകൾ, വിജയിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ ഞാനൊരു വീഡിയോ കാണിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ തെളിവ് സഹിതം ഇവിടെ ഞാൻ വെച്ച് തരാം. കാരണം ഇത് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം പല ആളുകൾ, ഇപ്പോൾ ഷഹനാസിനെ പോലെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം PR വർക്കിലൂടെയാണ് ഈ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കമൻറ്റുകളും അതുപോലെ ലൈക്കുകളൊക്കെ PR വർക്കിലൂടെയാണ് നേടുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ഒരു മനുഷ്യനും ഇല്ലെന്നാണ് ഈ ഷഹനാസിനെ പോലത്തുള്ള ഈ വ്യക്തികൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഷഹനാസിൻ്റെ കാര്യം നമുക്കറിയാലോ. ഷഹനാസ് അല്ല, പ്രിയ. ഇതെല്ലാം രേണുസുതിയുടെ വേറൊരു വേർഷനാണ് ഈ ഷഹനാസ്. രാഷ്ട്രീയത്തിലെ രേണുസുതിയാണ് ഈ ഷഹനാസ്. രേണുസുതിയുടെ ഒറിജിനൽ പേര് രേഷ്മ എന്നല്ലേ. അപ്പോൾ അതേപോലെ ഉള്ള ഉടായ്പകളൊക്കെ കാണിച്ച് രാഷ്ട്രീയത്തിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട്, ഒരു റീച്ച് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ഷഹനാസിനെ തോന്നിയിട്ടുള്ളത്. സെയിം രേണുസുതി തന്നെ. രേണുസുതി സോഷ്യൽ മീഡിയയിൽ ഷോർട്സ് ഫിലിമിൽ കടന്ന് വളരുന്നു. ഷഹനാസ് ഇവിടെ രാഷ്ട്രീയത്തിൽ കടന്ന് വളരുന്നു. രാഷ്ട്രീയത്തിൽ കുതുകാല് കെട്ടി കടന്ന് വളരുന്നു. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഷഹനാസിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ഒരു പട്ടി പോലും ഇല്ലെന്നാണ് പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം PR കൊടുത്തിട്ടാണ് ഈ ജനങ്ങളെ കൊണ്ട് കമൻറ്റ് ഇടിയിപ്പിക്കുന്നതും ഈ ലൈക്ക് ചെയ്യിപ്പിക്കുന്നതും. അപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് അതൊന്ന് പവർ ഒന്ന് കാണിച്ചു കൊടുക്കണം. സാധാരണക്കാരുടെ പവർ. ഈ വീഡിയോയ്ക്ക് ഞാനൊരു 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങൾ പവർ ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം. ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് നോക്കിക്കേ. സാധാരണക്കാരായിട്ടുള്ള ഒരു അമ്മ, എനിക്ക് തോന്നുന്നൊരു 75-80 വയസ്സെങ്കിലും കാണും. ആ അമ്മയുടെ സ്നേഹം, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ആ അമ്മയുടെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ആ അമ്മയുടെ സ്നേഹം തൻ്റെ മകനെ വിളിച്ച് അറിയിക്കുന്നതാണ് ആ വീഡിയോയിലൂടെ കാണുന്നത്. കാരണം അത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോ, ഒരു കറകളഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഈ രാഷ്ട്രീയത്തിലേക്ക് തുടർന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത്, അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ നെറിയട്ട രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. സത്യസന്ധമായിട്ട് നല്ലപോലെ സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ നന്മയ്ക്കും എല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തികളെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യം, അല്ലേ? ഇത് പാലക്കാടിലെ ജനങ്ങൾ തന്നെയാണ്, ഈ പാലക്കാടിലെ ജനങ്ങൾ തന്നെയാണ് രാഹുലിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. പല ആളുകളും കണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിന് ശേഷം പാലക്കാടിലെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടേക്ക് കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയും, അടുപ്പിക്കത്തില്ല എന്നൊക്കെ പല ആളുകളും പറഞ്ഞ്, ഷഹനാസിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു പരത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടിലെ വീട്ടിലേക്ക് വോട്ടിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വീട് കയറി അതിനെ എതിർക്കും, ഓരോ വീടുകൾ കയറി ഞാൻ അത് തടയുമെന്ന് വരെ ഈ ഷഹനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ, പ്രസ് മീറ്റിനകത്ത്. ഓക്കെ, എന്തായാലും ഞാൻ ആ വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതിനൊക്കെ എത്ര ലൈക്ക് കൊടുക്കണമെന്ന്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അല്ലാതെ PR രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എവിടെ നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ ജയിപ്പിച്ച് വിടും എന്നതിനകത്ത് യാതൊരു സംശയമില്ല. PR കൊടുക്കാൻ ഇത് ഭരണപക്ഷത്തിരിക്കുന്ന ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്റെ മകൻ വന്നിട്ടുണ്ട്. ആരാ പറയൂ? രാഹുൽ മാങ്കോട്ടിലെ കേക്കണ്ട? ഇപ്പൊ പാലക്കാടല്ല, എന്റെ അടുത്തിരിക്കുന്നുണ്ട്. ഇതാ ഞാൻ കൊടുക്കണു. ഹലോ, അമ്മ പറയ്. അറിയാം. ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
ഓ മനസ്സിലായി. ഞാൻ മതി കൊടുക്കാം. ഇപ്പഴാ എത്തിയത്. അയ്യോ അമ്മ വിചാരിച്ചിരുന്നിട്ട് അമ്മ ഇന്നലെയും ഇവിടെ പാമ്പങ്കാൽ പോയിട്ട് വഴിപാട് ഇതൊക്കെ അമ്മ പോയിട്ട് പടക്കന്തറിയില് ഓ 11 വെടി വെച്ച് ഇതൊക്കെ ചെയ്യും. ഇത് നമ്മൾ പണ്ടതല്ല. വിഷ്ണുവിന്റെ അമ്പലത്തില് അതിലൊക്കെ വിഷ്ണുവിന്റെ അമ്പലത്തില് പണ്ടിക്കുമായി അവര് എന്താ പറഞ്ഞറിയാം, മാർക്കറ്റ് പാർട്ടിയോ എന്ത് പാർട്ടിയോ അതൊന്നും എനിക്കറിയില്ല. ലക്ഷ്മി ഈ വഴി വരികയാണെങ്കിൽ ഒന്ന് ചെയ്ത് വരാൻ പറയും. അയ്യോ എന്റെ എന്റെ മകന്റെ അടുത്ത് ചോദിക്കാണ്ട് ഒന്ന് പറഞ്ഞ വഴിക്ക് അവര് അപ്പ ചെയ്യും. ഒരു ദിവസം പോകാലോ? നമ്മുടെ അതൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അമ്മ അവിടെ എപ്പോഴും വഴിപാട് കൊടുക്കുന്നതാണേ. ഒരു ദിവസം പോകാം. പറഞ്ഞ അയ്യോ എന്റെ മകൻ എന്തായാലും ഉള്ളതാ എന്റെ മകനറിയും. ഞങ്ങൾ പടാപാട് പെട്ടു. പക്ഷെ ഒരു കാര്യം എല്ലാത്തിനും വെച്ച് അവിടെ അമ്മ വെറുതെ ടി വി കാണാ കരിയ അതാണ് ഞാൻ എന്നിട്ട് നേരെ വടക്കന്തര ഒക്കെ പോയി. ശരി, ഞാൻ ഉള്ള കൂട്ടുകാരന്മാരുടെ അടുത്ത് ഒക്കെ പറഞ്ഞു. കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് പാലക്കാട്. പാലക്കാട് വന്നിട്ട് പിന്നെ കുടിവെള്ളം ഇല്ലാണ്ട് ഏതോ സ്ഥലത്തില് കുടിവെള്ളം കൊടുത്തു. ഞങ്ങൾ മറക്കില്ല ലക്ഷ്മിയായിട്ട്, മറക്കില്ല ലക്ഷ്മിയായിട്ട്. ഞാനും നീയൊന്നും കൊടുക്കണ്ട. എന്റെ വിഷ്ണു ഭഗവാൻ കണ്ടല്ലോ എന്താല്ലേ ആ അമ്മയുടെ സ്നേഹം കണ്ട. കാരണം ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ നേരിട്ട് കണ്ടപ്പോഴത്തേക്ക്, അടുത്ത് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ സ്നേഹമൊക്കെ കണ്ട ഉടനെ തന്നെ ഫോൺ വിളിച്ച് തൻ്റെ മക്കളെ വരെ അറിയിക്കുവാണ്. കാരണം അത്രമാത്രം ജനങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തിയെ നെഞ്ചിലേറ്റി നടക്കുന്നത്. അല്ലാതെ ഒരു പി ആറും ഒരു മണ്ണാങ്കട്ടയല്ല. ഈ ഷഹനാസൊക്കെ പറയുന്ന പോലെ ഒരു പി ആറും അല്ല. സാധാരണക്കാരുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ വ്യക്തിയെ നെഞ്ചിലേറ്റുന്നത്. ഇടയിൽ ഇപ്പം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്തതായിട്ട് ആരുമില്ല. ഈ പാർട്ടിയിലിരിക്കുന്ന എല്ലാ നേതാക്കളും ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ ഇവരൊക്കെ വലിയ പുണ്യാളന്മാരാണോ? ഇവരൊക്കെ 100% സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചിട്ടിരിക്കുന്ന ആളുകളാണോ? ഞാൻ പുണ്യാളനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ടിരിക്കുന്ന ആളുകളാണോ? അല്ല. പല ആളുകളും ഇതിനൊക്കെ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. വലിയ തെറ്റുകൾ, വലിയ ക്രിമിനൽ കുറ്റങ്ങൾ വരെ ചെയ്തിട്ടുള്ള ആളുകൾ MLA സ്ഥാനത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്, മന്ത്രിസ്ഥാനത്ത് ഇരിപ്പുണ്ട് അല്ലേ? അപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ പുള്ളിയെ വെട്ടി വീഴ്ത്താനെ കൊണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളിയെ എടുത്ത് കളയാനെ കൊണ്ട് അത് ശ്രമിച്ചു. സ്വന്തം പാർട്ടിയിൽ, സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾ വരെ അതിന് മുൻകൈ എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്, ഇങ്ങനൊരു ആരോപണങ്ങളൊക്കെ വന്ന് ആളുകൾ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് കല്ലെറിയുന്ന സമയത്ത് സ്വന്തം പാർട്ടി ഒന്ന് ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളായി സ്വന്തം പാർട്ടി ഒന്ന് ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇത്രയും ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ പാർട്ടിയും കൂടെ കൈയൊഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഇട്ട് പുള്ളിയെ തട്ടാനെ കൊണ്ട് എളുപ്പമായി അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം സ്വന്തം പ്രസ്ഥാനം ചേർത്ത് പിടിക്കുമായിരുന്നെങ്കിൽ ഒരു കാരണം വെച്ചാലും 18 ദിവസം ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരെ വരത്തില്ലായിരുന്നു. അതാദ്യം മനസ്സിലാക്കും. ഇനി ഞാനിവിടെ പാലക്കാട്ടുകാരുടെ ജനങ്ങളുടെ പ്രതികരണം കൂടെ ഇവിടെ ഞാൻ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം പാലക്കാടുകാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് വേണമെന്ന് വാശി പിടിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. വേറെ ആരെ പാലക്കാട് നിർത്തിയാൽ പോലും ജയിക്കത്തില്ല. അത് വേറെ കാര്യം. കോൺഗ്രസ് പ്രസ്ഥാനം രാഹുലിനെ മാറ്റിയിട്ട് പാലക്കാട് വേറെ ആർക്കെങ്കിലും സീറ്റ് കൊടുത്താൽ 8 നിലയിൽ പൊട്ടും. കാരണം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പാലക്കാട് സെലിബ്രിറ്റികളെയും ഇപ്പം യുവ നേതാക്കളെ, ഇപ്പം ചെറുപ്പക്കാരെ നിർത്താനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ചെറുപ്പക്കാരെ നിർത്തിക്കഴിഞ്ഞാൽ പാലക്കാട് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയാണ്. ഒരിക്കലുമല്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിന്നാൽ മാത്രമേ പാലക്കാട് പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടും. അപ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റികളെ കൊണ്ട് ഇറക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്.
അതുപോലെ ഇപ്പം സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് ഇറക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഇനി എത്ര സെലിബ്രിറ്റി കൊണ്ടുവന്നാലും എത്ര ആളുകളെ കൊണ്ടുവന്നാലും ഇനി വലിയ ടീമുകളെ കൊണ്ടുവന്നാലും അത് പാലക്കാട്ടുകാർക്ക് രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറൊരാളെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ കൂടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അഭിപ്രായം? രാഹുൽ വരട്ടെ, വരട്ടെ. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് രാഹുൽ. ഒരുപാട് ഇപ്പൊ miss ചെയ്യുന്നു. അപ്പൊ വന്നാൽ നിങ്ങൾ സ്വീകരിക്കും? രണ്ട് കൈ നീട്ടി എന്ത് ചെയ്തിട്ടേ ഇല്ല. ചെയ്തിട്ടില്ല. 100% ഉറച്ചിരിക്കുകയാണ്. 100%. അതുകൊണ്ട് ഉറപ്പായിട്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ നിയമസഭയിലും കയറുന്നുള്ളത്. അപ്പൊ തിരിച്ചു വരും. ഓ തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കും? പിന്നെ ഇപ്പൊ ഒരു ഓഫീസിൽ പോയിട്ടാ വന്നിരിക്കുന്നത്. ആണോ? അതെ, എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? ഓ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വരണം. കണ്ടല്ലോ പാലക്കാട്ടുകാരുടെ പ്രതികരണമാണിത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുക്കണമെന്ന്. പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതുവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ആരും ഒരു വ്യക്തികളോ പറയുന്നത് കണ്ടിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് പാലക്കാട് കൊടുക്കുമെന്ന്. കാരണം ആദ്യം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ, തിരിച്ചെടുക്കണം. അതാണ് വേണ്ടത്. എന്തുകൊണ്ട് ഇവർ തിരിച്ചെടുക്കാണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര കളികൾ പുറമേ നടക്കുന്നുണ്ട്, ഭയങ്കര കളികൾ. കാരണം നമുക്ക് മനസ്സിലാക്കാവുന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഭരണപക്ഷത്തെക്കാളും ഏറ്റവും കൂടുതൽ ഈ പ്രതിപക്ഷത്തുള്ള ആളുകളാണ് കുറേ ഈ സീറ്റ് മോഹികളായിട്ടുള്ള, കസേര മോഹികളായിട്ടുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാൻ തന്നെ സമ്മതിക്കാത്തത്. ഇപ്പോൾ പുള്ളിയുടെ മേലെയുള്ള കുറ്റം കോടതിയിൽ തെളിഞ്ഞു, പുള്ളി കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞു അല്ലേ. പുള്ളിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചു, കോടതി തന്നെ പറഞ്ഞ കാര്യമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങൾ അത് കുറ്റകരമല്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അത്രയും തെളിവുകൾ വരെ ഈ പറഞ്ഞിട്ടുള്ള മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ ഹാജരാക്കി. ഈ ഓഡിയോ ക്ലിപ്പ് ആയിക്കോട്ടെ, വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകളായിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ പരസ്പര സമ്മതത്തോടു കൂടി ആണെന്നുള്ളൊരു തെളിവുകളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ജാമ്യം പരിഗണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്നിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുന്നില്ല? ഈ ഇലക്ഷന് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുന്നില്ല. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് എന്തിൻ്റെ പേരിലുള്ള അജണ്ടയാണെന്ന്. രാഹുൽ എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയം അത് തുടച്ചു നീക്കി കളയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമുള്ളൊരു അജണ്ടയാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടവുമായിട്ടൊക്കെ കൊമ്പ് കോർക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ഈ വി ഡി സതീശനായിക്കോട്ടെ, ഇവർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കുക. അപ്പം അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ജനങ്ങൾ പെട്ടെന്ന് നോക്കുമ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഭയങ്കര ജനപിന്തുണയുണ്ട്. ഇത്രയും വർഷം പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്കൊന്നും ഒരു പിന്തുണയില്ല, ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ അവൻ എന്നെക്കാലൊക്കെ മുകളിലോട്ട് കയറി പോവും. അപ്പോൾ അത് നടപടിയാവുന്നൊരു കേസല്ല. എന്നെക്കാലം മുകളിലോട്ട് കയറി പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവനെ എങ്ങനെയെങ്കിലും വെട്ടി വീഴ്ത്തണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് ഇതിനകത്ത്. ഇത് രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിനകത്ത് സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവാണ് ഈ ഭരണപക്ഷത്തും അതുപോലെ ഈ പ്രതിപക്ഷത്തും ഉള്ളത്? നിങ്ങളൊന്ന് പറയാമോ? ഏതെങ്കിലും ഒരു വ്യക്തി സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ? ഒരാളും ചെയ്യുന്നില്ല. എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള കസേരകളാണ്, എല്ലാവർക്കും സീറ്റുകളാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയിലുള്ളവൻ കോൺഗ്രസ്സിലേക്ക് പോകുന്നുണ്ട്, കോൺഗ്രസ്സിലുള്ളവൻ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ സി പി എമ്മിലേക്ക് പോകുന്നുണ്ട്, സി പി എമ്മിലുള്ളവൻ കോൺഗ്രസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുവാണ് ഇപ്പം ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേല. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരല്ല. ഇവർക്കൊക്കെ സീറ്റാണ് വേണ്ടുന്നത്, ഇവർക്കൊക്കെ കസേരകളാണ് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രാഷ്ട്രീയവും ഇനി ഈ സി പി എം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, ഈ ഒരു പ്രസ്ഥാനം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പല ആളുകളും സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹം ഈ ഒരു പ്രസ്ഥാനത്തിനോട്, അതിന് ഏത് പ്രസ്ഥാനമാണെങ്കിലും ആർക്കും ഇല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങനല്ല. കണ്ടല്ലോ, പാർട്ടി പുറത്താക്കിയിട്ട് പോലും ആ പാർട്ടിയോടുള്ളൊരു സ്നേഹം, ആ പാർട്ടിയോടുള്ളൊരു സത്യസന്ധത പുള്ളി ഇപ്പോഴും പിന്തുടരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ.
ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും പുള്ളി തളരാതെ വീണ്ടും വീണ്ടും പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ പുറത്തിരുന്നിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ഫേസ്ബുക്കിനകത്ത്. അപ്പം ഇപ്പോൾ ഇത്രയും ഒരു കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനെ എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല അല്ലേ? അപ്പം ഇത് ഉറപ്പായിട്ടും ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു നല്ലൊരു ഒരു അടി കിട്ടുന്നതിന് തുല്യമാണ്. അത് ഈ ഇലക്ഷനകത്ത് ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ തന്നെ ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വ്യക്തികളെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തില്ലെങ്കിൽ, തിരിച്ച് സീറ്റ് കൊടുത്തില്ലെങ്കിൽ, തിരിച്ച് മത്സരിപ്പിച്ചില്ലെങ്കിൽ അത് പല ഇടങ്ങളിലും വൻ തകർച്ച തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേരിടേണ്ടത് തന്നെ വരും. പല നേതാക്കളെയും കസേര തെറിക്കും. പല നേതാക്കളും ഇപ്പം വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, വി ഡി സതീശനായിക്കോട്ടെ, ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വൻ വിജയത്തോടെ വിജയിച്ച് വരും, അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അധികാരം കഴിക്കുന്ന ജനങ്ങൾക്ക് എന്താണെന്നറിയാം. ഈ പ്രസ്ഥാനത്തിൽ ഇനി ഭരണവശത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ തന്നെ ഇപ്പം കൺഫ്യൂസ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ആർക്ക് വോട്ട് കൊടുക്കണമെന്ന്, ആർക്ക് വോട്ട് കുത്തണമെന്ന് കൺഫ്യൂസ് ആയിട്ടിരിക്കുക. പ്രതിപക്ഷത്ത് കുത്തണോ അതോ ഭരണവശത്ത് കുത്തണോ എന്ന് കൺഫ്യൂസ് ആയിട്ടിരിക്കുക. കാരണം രണ്ടും ഇപ്പം കണക്കായിട്ട് വരിക. ഇപ്പം കോൺഗ്രസും കണക്ക് തന്നെ, CPM കണക്ക് തന്നെ, ഭരണപക്ഷവും കണക്ക് തന്നെ, പ്രതിപക്ഷവും കണക്ക് തന്നെ. രണ്ടും ഒന്നിനൊന്നിന് മെച്ചത്തോടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടിലുള്ള ആളുകളും ഈ പറഞ്ഞിട്ടുള്ള അധികാര മോഹങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളാണ്. കൂടെ ഉള്ള ആളുകളെ വരെ അടിച്ചു താത്ത് കുതികാല് വെട്ടി ചവിട്ടിത്താക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി ലാസ്റ്റ് BJPക്ക് കസേര കൊടുക്കുന്ന കാര്യമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.